അമേസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വിഷു ഷൂട്ടാണ്. അപ്പൊ വിഷു ഷൂട്ടിനായിട്ടുള്ള ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പൊ മണി 5 ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇന്ന് ഒരുങ്ങുന്നത് നക്ഷത്രയിലാണ്. നക്ഷത്ര വൈൽഡ് സ്റ്റുഡിയോ കാരമന. ഇന്ന് സന്ധ്യ ചേച്ചിയല്ല, സരിത ചേച്ചിയാണ് എന്നെ ഒരുക്കുന്നത്. അപ്പോൾ ഒരുക്കങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഷൂട്ടിന്റെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് അവിടെ പോയതിനു ശേഷം കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വരണം. പക്ഷേ എൻ്റെ വീഡിയോ ഫുൾ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് പോകാം. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളായണിയിൽ ഷൂട്ടിനെത്തി. വെള്ളായണിയിൽ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ വിഷു ഷൂട്ടുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോ എടുത്തിരുന്ന അല്ലെങ്കിൽ വീഡിയോ എടുത്തു തരുന്ന ഒരു അടിപൊളി ക്യാമറാമാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ചേട്ടൻ. ഇതാണ് ആള്. ഞാനും ചേട്ടനുള്ള പരിചയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മുന്നേ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞു സിനിമ. അപ്പോൾ അതിൽ ചേട്ടനായിരുന്നു നായകനായിരുന്നു, അവസാനം വില്ലനായി. നായകനായിരുന്നു, അവസാനം വില്ലനായി. അപ്പം ഒരു 3 വർഷം മുമ്പ് അല്ലേ, 3-4 വർഷം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു തിയേറ്ററിൽ, കൈരളി തിയേറ്ററിൽ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരു പ്രൊമോഷൻ വന്നു അല്ലേ, വന്ന സമയത്ത് ചേട്ടാ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്നേ ഞാൻ ആലോചിച്ച് വെച്ചിരുന്നതായിരുന്നു ചേട്ടനെ കൊണ്ട് തന്നെ വിഷുവിന് ഷൂട്ട് ചെയ്യിപ്പിക്കണമെന്ന്. അപ്പം കണ്ണനും ഉണ്ട് കൂടെ കേട്ടോ, വിഷുവായിട്ട് എൻ്റെ കൂടെ കണ്ണനും ഉണ്ട്, പിന്നെ ക്യാമറമാൻ ചേട്ടനും ഉണ്ട്. ഇപ്പം ഷൂട്ട് നടക്കുന്നത് വെള്ളായണി കിരീടം പാലമൊക്കെ എൻ്റെ തൊട്ടടുത്താണ്. വെള്ളായണി കായലിൻ്റെയൊക്കെ തൊട്ടടുത്താണ്. ഇവിടെ ഒരുപാട് വയലും നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ രാവിലെ പെട്ടെന്ന് വെയിൽ വന്നു. ഏർലി മോർണിംഗ് വന്നാൽ സൂപ്പറാണ്. ചേട്ടൻ നേരത്തെ വന്നു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു മഞ്ഞൊക്കെ വന്ന് ഭയങ്കര ഭംഗിയാന്ന് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ വന്നത് മിസ്സായിപ്പോയി. ഇനി വേറൊരു ദിവസം ഒരു ഷൂട്ടുമായിട്ട് നമ്മൾ ആ ടൈമിന് എത്തുന്നതായിരിക്കും. ഈവനിങ്ങിനും അതുപോലെ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാലും വെയിൽ മാറാൻ ഒരു 5:30-6 മണിയൊക്കെ ആവും. അപ്പോഴും ഒരു മണിക്കൂർ ജസ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട്. നല്ല പ്ലേസാണ് കേട്ടോ, നല്ല പ്ലേസാണ്. അപ്പോൾ ഷൂട്ട് എടുക്കാൻ വരുന്നവർക്കൊക്കെ ഇവിടെ
ചൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്ഥലവും കൂടെയാണ്. അപ്പം സ്ഥലത്തിൻ്റെ പ്രൊമോഷനും കൂടെ ആയല്ലോ. കണ്ണനുമായിട്ടുള്ള വിഷു ആഘോഷം അടിപൊളിയായി. ആ വിഷു ഷൂട്ട് സൂപ്പറായിരുന്നു. അതിനോടൊപ്പം എൻ്റെ കൂടെ നല്ലൊരു ക്യാമറമാൻ കിട്ടുന്ന ആനന്ദ് അനിൽ എന്നാണ് ചേട്ടൻ്റെ പേര് പോലും കൃത്യമായിട്ട് അറിയാത്ത ഒരു ഫ്രണ്ട്. ഞാൻ അല്ലെന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിഷു ഷൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ ഇനിയും കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, എങ്കിലേ മുന്നോട്ട് പോകാം. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു.